കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പത്തനാപുരം സന്ദർശിക്കുന്നതിന്റെ ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. പത്തനാപുരം സെന്റ് പീറ്റേഴ്സ് ഗ്രൗണ്ടിൽ കൂറ്റൻ പന്തലിന്റെ നിർമ്മാണവും കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി 1,50,000 പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് UDF നേതൃത്വം ഇപ്പോൾ നടത്തിവരുന്നത്. ജില്ലയിൽ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തകരെ എത്തിക്കാനുള്ള തീരുമാനവുമായിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോരത്ത് നടക്കുന്ന ഏറ്റവും വലിയ സമ്മേളനമാക്കി രാഹുലിന്റെ പത്തനാപുരം സന്ദർശനത്തെ മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. SPGയുടെ പൂർണ്ണ നിയന്ത്രണത്തിലും നിർദ്ദേശങ്ങളിലുമാണ് നിർമ്മാണവും മറ്റ് ഒരുക്കങ്ങളെല്ലാം നടക്കുന്നത്. 10,000 പ്രവർത്തകർക്ക് ഇരിക്കാനുള്ള പന്തലാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രയൽ റൺ നടത്തി അവസാന നടപടികളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. പത്തനാപുരത്തു നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള കടക്കാമൺ അംബേദ്കർ ഗ്രാമത്തിലെ ഗ്രൗണ്ടിലാണ് രാഹുൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നത്. രാവിലെ 9:30 കാർ മാർഗം പത്തനാപുരത്തേക്ക് പോകും. 9:45 പത്തനാപുരത്ത് നിന്ന് യോഗസ്ഥലത്ത് എത്തിച്ചേരും. ഈ വിധമാണ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ടിന് ചുറ്റും വേലികൾ നിർമ്മിച്ച് പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. 16 രാവിലെ 8 മണിക്ക് മുൻപായി പ്രവർത്തകരടക്കമുള്ളവരെല്ലാം ഗ്രൗണ്ടിൽ പ്രവേശിക്കണം. 8 മണി മുതൽ പത്തനാപുരത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പത്തനാപുരം കുന്നിക്കോട് റോഡിൽ, മഞ്ചള്ളൂർ ജംഗ്ഷനിൽ, പത്തനംതിട്ട റോഡിൽ, ഇടത്തറയിലും, പുനലൂർ റോഡിൽ, പള്ളിമുക്കിലും, അടൂർ റോഡിൽ ശാലേശപുരത്തും വാഹനങ്ങൾ തടഞ്ഞ് വഴിതിരിച്ച് വിടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേദിയിലും ഹെലികോപ്റ്റർ ഇറങ്ങുന്ന കടക്കാമൺ ഗ്രൗണ്ടും സന്ദർശനം നടത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. ADGP മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിലാണ് ട്രയൽ റൺ അടക്കമുള്ളവ നടത്തിയത്. പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് സ്കൂൾ ഗ്രൗണ്ട്, രാഹുൽ ഗാന്ധി കാർമാർഗം വരുന്ന കടക്കാമൺ, പള്ളിമുക്ക്, നടുക്കുന്ന് മൃഗാശുപത്രി, സ്കൂൾ റോഡ് എന്നിവ പരിശോധിച്ച് പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തി സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വീണ്ടും കേരളത്തിലെത്തുന്നത് UDF ക്യാമ്പിനെ മുഴുവൻ ആവേശത്തിലാക്കുന്നുണ്ട്. വരുന്ന ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ സംസ്ഥാനത്ത് പര്യടനം നടത്തുക. ബുധനാഴ്ച കൂടുതൽ സമയവും രാഹുൽ വയനാട് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കും. ശനിയാഴ്ച കേരളത്തിൽ എത്തുന്ന പ്രിയങ്ക ഗാന്ധി 2 ദിവസം വയനാട്ടിലെ വിവിധയിടങ്ങളിൽ പ്രചരണം നടത്തും. 16-ന് പത്തനാപുരം, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം തുടങ്ങിയ ഇടങ്ങളിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് റാലികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്ന് അന്തരിച്ച മുൻ മന്ത്രി KA മാണിയുടെ വസതിയും രാഹുൽ ഗാന്ധി സന്ദർശിക്കും. 16-ന് രാത്രി കണ്ണൂരിൽ തങ്ങുന്ന രാഹുലിന് പിറ്റേന്ന് കണ്ണൂരിൽ തന്നെയാണ് ആദ്യ പരിപാടി. റോഡ് ഷോ അടക്കം പങ്കെടുത്ത ശേഷം വയനാട്ടിലേക്ക് തിരിക്കും. തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിന് ശേഷം സുൽത്താൻ ബത്തേരിയിലെ തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യും. തുടർന്ന് തിരുവമ്പാടി, വണ്ടൂർ, തൃത്താല എന്നിവിടങ്ങളിലും തിരഞ്ഞെടുപ്പ് റാലികളിൽ രാഹുൽ അഭിസംബോധന ചെയ്യും. 20-ന് കേരളത്തിലെത്തുന്ന പ്രിയങ്ക വയനാട്ടിൽ കർഷകരുമായും ആദിവാസികളുമായും കൂടിക്കാഴ്ച നടത്തും. ചില കുടുംബയോഗങ്ങളിൽ കൂടി പങ്കെടുത്ത ശേഷം 21-ന് ഏറനാട്, നിലമ്പൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിക്കും. അന്ന് റോഡ് ഷോയും സംഘടിപ്പിക്കാനാണ് KPCCയുടെ തീരുമാനം. രാഹുലും പ്രിയങ്കയും വീണ്ടും എത്തുന്നതോടെ അവസാനഘട്ട പ്രചരണ രംഗത്ത് മുന്നേറ്റം സൃഷ്ടിക്കാൻ ആകും എന്ന കണക്കുകൂട്ടലാണ് UDF നേതൃത്വം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.